കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന ബില്ല് ജനദ്രോഹപരമായ ബില്ലാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി തന്നെ 2005 UPA ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിലുറപ്പ് 100 ദിവസം തൊഴിലുറപ്പ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ്. ആ പദ്ധതിയിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാർ അതിനെ ഇഞ്ചിഞ്ചായിട്ട് ഓരോ വർഷവും ബഡ്ജറ്റിൽ വെട്ടി കുറച്ച് ഇപ്പോൾ തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു. വേതനം കറക്റ്റായി കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ ഇപ്പോൾ വർഗീയത അതിൽ കൂടെ കലർത്തി തൊഴിലാളി ദ്രോഹപരമായ ഒരു ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്രം വഹിക്കേണ്ടത് കേരള സർക്കാർ എങ്ങനെ വഹിക്കും? കേന്ദ്രം തന്നെ വഹിക്കണം. അവരല്ലേ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യത്തെ ഇത്. അപ്പം പ്രധാനമന്ത്രി എന്നല്ലേ ഇതെല്ലാം നമുക്ക് ഇവിടിങ്ങോട്ട് തരുന്നതല്ലേ പറയുന്നത്. അപ്പം അവരല്ലേ വഹിക്കണ്ടേ? കേരളം എങ്ങനെ വഹിക്കും? പിന്നെ 60% 40% ഇനി ഇവർ തന്നെ തരണമെന്നത് ഒരിക്കലും നടക്കില്ല. കേന്ദ്രം തന്നെ തരണം. നമുക്ക് 100 ദിനം എന്നുള്ളത് 125 ആക്കുമെന്നതുകൊണ്ട് അതിൽ നിന്നും കുറയ്ക്കാം. എന്നും ഞങ്ങൾക്ക് ജോലി വേണം, ശമ്പളം കൂടുതൽ വർദ്ധിക്കണം. പിന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തന്നെ നമുക്ക് തരണം. നമ്മളെല്ലാവരും ആശ അതാണ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. പണിയുണ്ട്. ഇപ്പം 125 പറഞ്ഞ് ഞങ്ങൾക്ക് അത് കിട്ടിയാലേ ഞങ്ങൾക്ക് മരുന്നുകൾ വാങ്ങിക്കാനും ഞങ്ങൾ ഇതിനകത്ത് പറ്റുള്ളൂ. ഇതേപോലത്തെ ഇപ്പോഴത്തെ ഇത് ഞങ്ങൾക്ക് മതി. ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്കത് തരണം. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനം ഇല്ല. ഞങ്ങൾക്ക് പൈസ കൂട്ടി തന്നേ പറ്റുള്ളൂ. നമുക്ക് 200 ദിവസത്തെ പണി, ഒരു വർഷത്തിലെ 200 പണിയും തരണം. ഞങ്ങൾക്ക് പൈസയും കൂട്ടി തരണം, 500 രൂപയ്ക്ക് തരണം. ഞങ്ങൾ ഈ കാടൊക്കെ വന്ന് കിടന്ന് വെട്ടണതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസയും കൂട്ടി തരണം. ഇതിന് പണി കുറയ്ക്കാൻ പറ്റില്ല. ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് ജോലി തന്നേ പറ്റുള്ളൂ. ഞങ്ങൾ ഇതേന്ന് പറഞ്ഞ് ജീവിക്കും. രാവിലെ വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ 5 മണി 6 മണിയൊക്കെ ആവും ഞങ്ങൾ വീടുകളിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഇതേന്ന് പറഞ്ഞ് ജീവിക്കണം. ഞങ്ങൾക്ക് ഇത് തന്നെ വേണം. പ്രധാനമന്ത്രി ഇനി പേര് മാറ്റാനും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി എന്നുള്ള ആ പേര് തന്നെ ഞങ്ങൾക്ക് മതി. പേര് മാറ്റുന്നതിനോട് താല്പര്യം ഞങ്ങൾക്ക് ഈ പേര് തന്നെ വേണം. ഈ പേരിൽ തന്നെ ഇനി തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ആരുമില്ല എനിക്ക്. മക്കള് 2 എന്റെ ഭർത്താവ് വെച്ചിട്ട് 2 വർഷമായി. അപ്പൊ തൊഴിലുറപ്പ് മാത്രമാണ് ആശ്രയം. പാവങ്ങളെ കഞ്ഞി പാറ്റ വീണ കാര്യം ശരിയല്ല. അത് നമുക്ക് ഇഷ്ടമല്ല. നമുക്കുള്ള ജോലി നമുക്ക് വരണം. അത് 100 ദിവസമല്ല 150 ദിവസം ചെയ്താലും ഞങ്ങൾ ഇഴഞ്ഞെങ്കിലും വന്ന് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് ഇപ്പോഴത്തെ പുതിയ നിയമം ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അതുപോലെ കൃത്യമായിട്ട് പണികളും കിട്ടണം, ശമ്പളവും കൂട്ടിത്തരണം. പണ്ട് ഇതേപോലെയാണ് ഞങ്ങൾക്ക് തൊഴിലുറപ്പിനെ ഞങ്ങൾ വെട്ടിക്കൊണ്ട് ഞങ്ങൾ ആക്കിയത്. ജനങ്ങൾ വന്ന് പടവോടും കൂടി വരും ലോറിക്കണം. അതിലൊരു മാറ്റമില്ല. ഇപ്പം 125 ദിവസമൊന്നും ആക്കിക്കൊണ്ട് കഴുത്തിലാണ് പിടിക്കുന്നത്. 40% സംസ്ഥാന സർക്കാർ എവിടെയെന്ന് കൊടുക്കും. അപ്പോൾ അത് 125 ദിവസം ജോലി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട.